ഉച്ചവിളാകത്തെ ഉരുവം ഭാഗം 4. കുമാരന് 2 ദിവസം തീരെ വയ്യായിരുന്നു. മനസ്സിൽ ആകെ ഒരു അസ്വസ്ഥത. കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. 2 ദിവസത്തെ തൂങ്ങലിനു ശേഷം അയാൾ വീണ്ടും ഉണർന്നു. വീട് മുഴുവൻ നിറഞ്ഞു. അയാൾക്ക് അവധി ദിവസമാണെങ്കിൽ പുത്തൻ വീട്ടിൽ ഉത്സവമാണ്. അതിരാവിലെ എഴുന്നേറ്റ് പറമ്പിലൊക്കെ ചുറ്റിത്തിരിയും. വീണുകിടക്കുന്ന തേങ്ങകളൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. മഴക്കാലമാണെങ്കിൽ പറമ്പിലൂടെ ഒഴുകുന്ന തോട്ടിലടിയുന്ന എക്കലും മണ്ണും കോരി മാറ്റും. ആ മണ്ണ് കൃഷിക്ക് നല്ലതാണ്. അടുക്കളയിൽ കയറി സുലോചനയെ സഹായിക്കാനും സമയം കണ്ടെത്തും. ചിലപ്പോൾ കുമാരന്റെ വക സ്പെഷ്യൽ കടലപ്രഥമനും ഉണ്ടാകും. വലിയ ഓട്ടുരുളിയിൽ കടലപ്പരിപ്പ് നെയ്യും ശർക്കരയും ഇട്ട് വഴറ്റി തേങ്ങാപ്പാല് ചേർക്കുമ്പോൾ ആ നാട് മുഴുവൻ അറിയും പുത്തൻ വീട്ടിൽ പ്രഥമൻ വയ്ക്കുകയാണെന്ന്. പിന്നെ വരുന്നവർക്കും പോകുന്നവർക്കും ഓരോ ഗ്ലാസ് പ്രഥമൻ കിട്ടും. അയാളുടെ കൈപുണ്യം പ്രസിദ്ധമാണ്. ചിലപ്പോൾ പപ്പനെയും കൊണ്ട് പുറത്തു പോകും. അച്ഛനും മോനും കൂടി അലഞ്ഞു തിരിഞ്ഞ് പിന്നെ വരുന്നത് രാത്രിയായിരിക്കും. അന്ന് സുലോചനയുടെ മുഖം കറുക്കും. പ്രായമുള്ള അമ്മയെ ഒറ്റയ്ക്കാക്കി അവൾക്ക് പോകാനും കഴിയില്ല. അവൾക്കിഷ്ടപ്പെട്ട മസാലദോശയും വാങ്ങിയാവും കുമാരന്റെ വരവ്. അതോടെ അവളുടെ പരിഭവം തീരും. അന്ന് രാവിലെ കുമാരൻ ഇങ്ങനെ ഓരോന്നായി ചെയ്തിരിക്കുമ്പോൾ പുത്തൻ വീട്ടിൽ ഒരാളെത്തി. എടേ കൊമരു, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ചട്ടുകാലൻ സുകുമാരനാണ്. ഒരു കാലിലെ മുടന്തു കാരണം അയാളെ വിളിക്കുന്നത് മൊണ്ടി എന്നാണ്. മൊണ്ടി സുഗു. അല്ലറ ചില്ലറ കൃഷിപ്പണിയും പൊതുപ്രവർത്തനവും ഒക്കെയുണ്ട് കക്ഷിക്ക്. എന്തരെണ്ണ നിങ്ങളെ കാണാനില്ലല്ലേ? എടേ, ഞാൻ നിന്നെ കാണാനായി തന്നെ വന്നത്. ഒരു കാര്യമുണ്ട് കേട്ടാ. ഇനി ഇത് വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവൂല, ദോഷം വരുമെന്ന്. കാര്യത്തിലേക്ക് വരാതെ മൊണ്ടി സുഗു നിന്നു തിരിഞ്ഞു. തെളിച്ചു പറ അണ്ണാ. എടേ, തെക്കതിന്റെ കാര്യം തന്നെ. അതിങ്ങനെ ഇട്ടിരുന്നാ മതിയാ? ഈ നാട്ടിലാകെയുള്ളൊരു കോവിലാണ്. ആളുകൾ വന്ന് തൊഴുവട്ടെന്ന്. നീ ആണ്ടിലൊരിക്കൽ പോയി അന്തിത്തിരി കത്തിച്ചത് കൊണ്ടായാ ചെല്ല. അതിങ്ങനെ അന്യാധീനപ്പെട്ടു പോണത് നല്ലതാണ്. കുമാരൻ നിശബ്ദനായി. അയാൾ തല താഴ്ത്തിയിരുന്നു. ഈയടെ ചെല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ ഉച്ചളാത്ത മനുഷ്യന്മാർക്ക് ഒന്ന് തൊഴുവണമെങ്കിൽ ഇപ്പം ആ മുതുക്കൻ്റെ നടയിലോട്ട് ചെന്ന് കയറാൻ പറ്റുമോ? അവിടെ മുഴുവൻ കാടല്ലേ. അതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി വിളക്കുകൾ എത്തിച്ചാ ഉണ്ടല്ലേ നാട്ടിൽ വിളക്കം ഉണ്ടാവും. ആകെ ഉണർവാകും ചെല്ല. എനിക്കൊന്ന് ആലോചിക്കണം അണ്ണ. എനിക്ക് ഒറ്റയ്ക്കെടുക്കാൻ പറ്റണ തീരുമാനമല്ല. കമലു അക്കൻ്റെ അടുത്തും ചോദിക്കണം. അമ്മച്ചിയുടെ അനുവാദം വേണം. അത് കഴിഞ്ഞ് ഞാൻ അണ്ണൻ്റെ കൂടെ പറയാം. ഓ, അത് മതിയെന്ന്. ഞാൻ നാട്ടുകാരുടെ ആവശ്യമായിട്ട് പറഞ്ഞാണ് കേട്ടാ. ഉമ്മക്ക് തെക്കതിലെ മുതുക്കന് അത്രയ്ക്ക് വിശ്വാസമാണടേ. അതാണ് കാര്യം. നീ ഇതിനൊരു അറുമ്പാദം കാണണം കേട്ടാ. ഞാൻ പോണ്. അയാൾ ചട്ടുകാലിൽ ഒരു കൈയും മൂന്നി നടന്നു. കുമാരൻ ആകെ വല്ലാതായി. ഇതിപ്പോ എന്തു വേണം? അയാൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കുമാരന്റെ പൂർവികർ ഉറങ്ങുന്ന തറയാണ് തെക്കത്. കലമാനിന്റെ കൊമ്പാണ് പ്രതിഷ്ഠ. അതിന്റെ രണ്ടറ്റത്തും ചെമ്പട്ട് പൊതിഞ്ഞിട്ടുണ്ട്. മുതുക്കന് കാടാണത്രേ ഇഷ്ടം. എല്ലാ വർഷവും കാർത്തിക നാളിൽ മാത്രം നട തുറക്കും. എല്ലാ തറകളിലും വിളക്ക് തെളിക്കും. അന്ന് കുമാരന്റെ ചേച്ചി കമലവും ഭർത്താവും വരും. കാർത്തിക നാളിൽ കുമാരന് വ്രതമാണ്. രാവിലെ നട തുറന്ന് അകത്തെ വിളക്ക് തെളിയിക്കും. തെക്കതിന്റെ ചുറ്റും കുറേ തറകളുണ്ട്. ഓരോന്നിന്റെയും ചുവട്ടിലൊരു മരവും. അതിലൊരു തറയിൽ പത്മനാഭൻ പിള്ളയെയും ആവാഹിച്ച് കുടിയിരുത്തിയിട്ടുണ്ട്. ആ തറയിൽ നട്ടിരിക്കുന്നത് ചെമ്പകമാണ്, പത്മനാഭൻ പിള്ളയുടെ ഇഷ്ടവൃക്ഷം. പിള്ളയുടെ തറയിലെത്തുമ്പോൾ കുമാരൻ വിറയ്ക്കാൻ തുടങ്ങും. എൻ്റെ അച്ഛ എന്ന് വിളിച്ച് കരയും. പിന്നെ നേരെ തെക്കതിനകത്ത് കയറി പട്ടുടുക്കും. എല്ലാവർക്കും പ്രസാദം നൽകും. ഈ ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ തലേ ദിവസം മലയിൽ നിന്നും കാണിക്കാർ എത്തും. അവർ ചാറ്റുപാട്ട് പാടും. കാട്ടിൽ വിരാജിക്കുന്ന തമ്പുരാൻ അവരുടെ പാട്ട് കേട്ട് നാട്ടിലെത്തി ഉച്ചവിളാകത്തെ മനുഷ്യരെ അനുഗ്രഹിക്കും. കാണിക്കാർ തിരികെ പോകാൻ നേരം കുമാരൻ അവർക്ക് ചാരായവും ദക്ഷിണയും നൽകും. ഊരുമൂപ്പൻ മല്ലൻ കാണി കുമാരന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. അന്നേ ദിവസം നാട്ടുകാർ മുഴുവൻ തെക്കതിലെത്തും. അവർക്കെല്ലാം അകത്തിരിക്കുന്ന തമ്പുരാൻ അവരുടെ പ്രിയപ്പെട്ട മുതുക്കനാണ്. തെക്കതിനു ചുറ്റും വളർന്നു നിൽക്കുന്ന ചൂരലും ഒലട്ടിയും കൂവളവും ചെമ്പകവും കരിമ്പനകളും വളഞ്ഞൊഴുകുന്ന ഉച്ചവിളാകത്ത് തോടും കാവിനുള്ളിൽ പത്തി വിടർത്തിയാടുന്ന നാഗത്താന്മാരും ആ നാടിന്റെ മുഖമാണ്. അതാണ് വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ പറയുന്നത്. കുമാരൻ ആകെ അസ്വസ്ഥനായി. അമ്മച്ചി, ഞാൻ എന്തൊരു ചെയ്യണം?
നിങ്ങൾ പറ. അയാൾ നാരായണി പിള്ളയോട് വിഷയം അവതരിപ്പിച്ചു. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ നിങ്ങളെല്ലാം കൂടെ ചെന്ന് വൃത്തിയാക്കാൻ, എന്നിട്ട് അങ്ങേരും കൂടെ ഇറങ്ങിയേനെ. പിന്നെ അയാൾ പറയണതിലും കാര്യമുണ്ട് ചെല്ല. മുതുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്നാലും കാടൊന്നും വെട്ടണ്ട കേട്ടാ. മക്കൾക്കറിയോ, മുതുക്കൻ ഇഷ്ടം പുകയും ഇരുട്ടുമാണ്. അവർ ചിരിച്ചു. പുകയാ? ഓ, അതല്ലേ ചമ്പ്രാണിത്തിരി കത്തിക്കാൻ പറയണത്. പിന്നെ കാടിന്റെ ഇരുട്ടും. ചെല്ല, എന്നെ ഇങ്ങോട്ട് പുടവ തന്ന് കൊണ്ടുവന്നപ്പോ തൊട്ട് മുതുക്ക എന്റെ വടപ്പറന്നു കാണടേ. ഞാൻ ഒന്ന് വിളിച്ചാ അങ്ങേര് വെളിപ്പുറത്തെത്തും. നാരായണി പിള്ള കണ്ണടച്ച് ചിരിച്ചു. ഈ അമ്മ ഇതെന്തിന് പറയണത്? കുമാരൻ പിറുപിറുത്തു. കഴിഞ്ഞ ആഴ്ച കരയോഗക്കാരുടെ ഇടയിൽ ഈ വിഷയം വന്നിരുന്നു. തെക്കത് ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നത് നാടിന് ആപത്താണത്രേ. കുന്നിലെ വിക്രമന്റെ മകൻ രാജൻ പട്ടാളത്തിലിരിക്കെ മരിച്ചതും, സരോജത്തിന്റെ ഇരട്ടക്കുട്ടികൾ കോളറ വന്ന് മരിച്ചതും, കിഴക്കേ കോണത്തെ ചെല്ലമ്മാക്കൻ തളർവാദം വന്ന് കിടക്കണതുമൊക്കെ മുതുക്കന്റെ കോപം കൊണ്ടാണെന്ന്. ഇതിന് ഉത്തരം കിട്ടിയേ തീരൂ. മുതുക്കന് കാടും മേടും ഒന്നും വേണ്ടെങ്കിൽ നാട്ടുകാർ എല്ലാം വെട്ടിത്തെളിക്കട്ടെ, വൃത്തിയാക്കട്ടെ. എല്ലാ 1-ാം തീയതിയും നട തുറക്കാം. നാട്ടുകാർ അവരുടെ സങ്കടം ഇറക്കി വെക്കട്ടെ. അയാൾ ചിന്തകളും ചുമന്നുകൊണ്ട് തെക്കതിലോട്ട് നടന്നു. കുറച്ചുനേരം അവിടെ ഇരുന്നാൽ എന്തെങ്കിലും തെളിയും. ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. എല്ലാം അവിടെ തന്നെ ഇറക്കി വയ്ക്കാം. ഒരു ബീഡിക്ക് തീ കൊളുത്തി ആകാശത്തേക്ക് പുക വിട്ടുകൊണ്ട് അയാൾ ആഞ്ഞു നടന്നു.